നമസ്കാരം, സുധിനാണ്. ഞങ്ങൾ എന്നുള്ളതേ അന്തിക്കാടാണുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടാണുള്ളത്. ഒരു സൈറ്റിലാണ്. അപ്പോൾ സൈറ്റിലെ ചില വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ, സ്ഥിരമായിട്ട് ഫെൻസിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ സൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ക്ലയൻറ്റ് നമുക്കൊരു എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്. ഏകദേശം 140 മീറ്ററാണ് ഏകദേശം ഏരിയ വരുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്യണം. കാര്യം ഇവരുടെ വീട് ബാക്കിൽ കാണുന്നതാണ് ഇവരുടെ വീട്ടിൽ 2-3 നായകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇവർക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നത്. ഓൾറെഡി അവർ കരിങ്കലിൻ്റെ കെട്ട് കുറേ മുന്നേ കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ കരിങ്കല്ല് പൊളിച്ചെടുത്ത സമയത്ത് അടിഭാഗത്തൊക്കെ വലിയ വലിയ കല്ലുകളാണ്. അതിലുപരി വെച്ചാൽ ഇവിടുത്തെ സറൗണ്ടിങ്സ് മൊത്തം 3 സൈഡും ഫുള്ളായിട്ട് വെള്ളം, കുറച്ച് മഴയും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല വെള്ളം. അപ്പോൾ എനിവേ നമ്മൾ അങ്ങനെ വിളിച്ചു വന്നു. ഫസ്റ്റ് ദിവസം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ല് പൊളിച്ചെടുത്തു. എന്നിട്ട് കാലുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തു, അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് മറ്റൊരു ദിവസം വന്നിട്ട് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്തു. കാര്യം നമ്മുടെ വർക്കേഴ്സ് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന 3 ഇഞ്ച് 12 ഗേജ് ചെയിൻ ലിങ്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ എല്ലായിടത്തും പറയുന്നത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടിയും പറയാം. അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ ടെക്സ്ചറിയുടെ GA പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 48 mm ഔട്ടർ ഡയമീറ്റർ വരുന്ന പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1.6 mm വാൾ തിക്നെസ് വരുന്ന GA പൈപ്പാണ്. നമ്മൾ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു കരിങ്കലിൻ്റെ കെട്ടായതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2 അടി നമുക്ക് താഴ്ത്തി കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു 1 അടിയും 1.5 അടിയും എല്ലാം നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് വളരെ വേരിയൻ്റ് ആണ് നമ്മുടെ കാലുകളുടെ ഹൈറ്റ്. അങ്ങനെ കാല് വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് കാല് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡമ്മി വാഷർ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ആ വെൽഡ് ചെയ്ത ഭാഗം മാത്രം നമ്മൾ കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേ ദിവസം നമുക്ക് കുറച്ച് ടാസ്കുള്ള വർക്കായതുകൊണ്ട് നമുക്ക് അന്ന് സപ്പോർട്ടുകൾ ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേ നമ്മൾ ഇന്നാണ് സപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കാലുകളെല്ലാം ക്യൂറിങ് ആയി. ഏകദേശം ഒരു 1 വീക്കിനെടുത്ത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചയാണ് ഒരു ആഴ്ചകളായി. അപ്പോൾ അതുകൊണ്ട് നല്ല ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്ട്രെങ്ത് വൈസ് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് സാധാരണത്തെ കൂടുതൽ വീഡിയോ നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 2 കാര്യമുണ്ട്. ഒന്നാമത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ വീഡിയോ കണ്ട് ബോറടിക്കുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യമാണ്. 135 മീറ്ററാണ് വരുന്നത്. അതുപോലെ ഇതൊരു 12 അടിയുടെ ഗേറ്റാണ്. 3 അടിയുടെ ഗേറ്റ് അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി ക്ലയൻറ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. ഇതിനുള്ള ട്യൂബ് കാര്യങ്ങളൊക്കെ നമ്മൾ പൈപ്പ് എടുത്തപ്പോൾ തന്നെ എടുത്തായിരുന്നു. പിന്നെ 2 ഗേറ്റ് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും നമ്മൾ സെപ്പറേറ്റ് പൈപ്പെല്ലാം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. ഇവിടെ മൊത്തത്തിൽ ചതുപ്പാണ്, വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞില്ല, ഒരു റോഡ് വീലറും 2-3 നായ്ക്കളുണ്ട്. അപ്പോൾ ഇവരും തുറന്ന് വിടാനും കാര്യങ്ങൾക്കും കുറച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വിളിച്ച സമയത്ത് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു 4 അടി മതി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നിർബന്ധപ്രകാരമാണ് ഇവർ 5 അടി ആക്കിയിട്ടുണ്ടായിരുന്നത്. കാര്യം 4 അടിയാണ് ഓൾമോസ്റ്റ് ഇത്ര ഹൈറ്റേ വരുള്ളൂ. അപ്പോൾ ഇത്ര ഹൈറ്റ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒന്ന് എടുത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നായ പുറത്തോട്ടും ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അങ്ങനെ വർക്ക് കൺഫേം ചെയ്തു. നമ്മൾക്ക് ഒന്ന് കൺഫേം ചെയ്ത് പിറ്റേ 2-ാമത്തെ ദിവസം നമ്മൾ കാലുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെള്ളത്തിൻ്റെ കെട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പ്രത്യേകം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ ലിങ്ക് വലിച്ചാൽ മതി. കാരണം ക്യൂറിങ് കറക്റ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അങ്ങനൊരു കൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിവേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം വരുന്നത് മലപ്പുറത്താണ്. കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്ക് സ്റ്റാഫുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. കൃത്യമായിട്ട് വിത്തിൻ മിനിറ്റുകൾക്കകം നമുക്ക് റേറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയും. വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലോട്ടിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് മാത്രം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞങ്ങൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരും. കാര്യം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളതായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ 10 സെൻറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എത്ര ഏരിയ ഉണ്ടാവും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചെയിൻ ലിങ്ക് സൈസുകളുണ്ട്. എല്ലാ വീഡിയോയിലും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തരും. അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ചോദിക്കുക. എന്തെങ്കിലും ഇതുപോലത്തെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. സൈറ്റിൽ റീൽസ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ ഇൻസ്റ്റയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.